എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന്റെ നീളവും ഉയരവും കൂട്ടുന്ന നവീകരണ ജോലികൾ താൽക്കാലികമായി നിലച്ചു. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ തുടക്കം കുറിച്ച നിർമ്മാണ പ്രവൃത്തികളാണ് പാതിവഴിയിൽ നിലച്ചത്. 2 ആഴ്ചയിലേറെയായി ഇവിടെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു. എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന്റെ നീളവും ഉയരവും കൂട്ടുന്ന നവീകരണ ജോലികൾ താൽക്കാലികമായി നിലച്ചു. യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ തുടക്കം കുറിച്ച നിർമ്മാണ പ്രവൃത്തികളാണ് പാതിവഴിയിൽ നിലച്ചത്. 2 ആഴ്ചയിലേറെയായി ഇവിടെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. 2025 സെപ്റ്റംബറിലാണ് പ്ലാറ്റ്ഫോമിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചത്. റെയിൽ പാളത്തിൽ നിന്ന് 45 സെന്റിമീറ്റർ മാത്രമുള്ള നിലവിലെ പ്ലാറ്റ്ഫോമിന്റെ ഉയരം 84 സെന്റിമീറ്ററായി ഉയർത്താനും നിലവിൽ 270 മീറ്റർ മാത്രം നീളമുള്ള പ്ലാറ്റ്ഫോം 576 മീറ്ററായി വർദ്ധിപ്പിക്കാനുമുള്ള ജോലികളാണ് നടന്നുവന്നത്. നീളം ഇത്രയും വർദ്ധിക്കുന്നതോടെ ഇവിടെ 24 LHB കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്താൻ സാധിക്കും. പ്ലാറ്റ്ഫോമിന്റെ നീളം വർദ്ധിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടമായി വശങ്ങളിലെ കോൺക്രീറ്റ് പൂർത്തിയാക്കിയെങ്കിലും പ്ലാറ്റ്ഫോം മണ്ണിട്ടുയർത്തുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ബാക്കിയാണ്. എന്നാൽ പ്ലാറ്റ്ഫോമിന്റെ അതിർത്തി തിരിച്ചുള്ള കോൺക്രീറ്റ് മതിൽ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പാളത്തോട് ചേർന്ന് 2 അടിയോളം വീതിയിൽ പ്ലാറ്റ്ഫോമിന്റെ കൽക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ യാത്രക്കാർ ഇതിനു മുകളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്ന ആശങ്കയുമുണ്ട്. കൽക്കെട്ടിന് മുകളിൽ സ്ലാബ് നിരത്തിയിട്ടില്ലാത്തതിനാൽ ഇതിനു മുകളിലേക്ക് ഇറങ്ങുമ്പോൾ കാല് വിടവിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. എഴുകോൺ, ആര്യങ്കാവ് സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം നവീകരണം ഒറ്റ കരാറായിട്ടാണ് നൽകിയിരിക്കുന്നത്. എഴുകോണിലെ നവീകരണം തുടക്കം മുതൽ തന്നെ ഇഴയുകയായിരുന്നു എന്ന പരാതിയും ഉയർന്നിരുന്നു. കൊല്ലം ചെങ്കോട്ട സെക്ഷന് കീഴിലുള്ള മറ്റു 10 സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം നവീകരണവും കടലാസിലാണ്. ഒരു തവണ കരാർ നൽകിയത് ചില കാരണങ്ങളാൽ റദ്ദ് ചെയ്ത് വീണ്ടും കരാർ ക്ഷണിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.